ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബൂണ്ടസ് ലീഗയിൽ നടന്ന ബയൺ മ്യൂണിക് വേഴ്സ് മോൺച്ച മത്സരത്തെക്കുറിച്ചുള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബയൺ മ്യൂണിക് വേഴ്സ് മോൺച്ച മത്സരം 1-0 എന്ന ഗോൾ സ്കോറിനായിരുന്നു ബയൺ മ്യൂണിക് വിജയം കരസ്ഥമാക്കിയത്. ബയൺ മ്യൂണിക്കിന് വേണ്ടി ഹാരി കെയ്ൻ ആണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആദ്യ ഹാഫിലൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. യാതൊരു വിധത്തിലും ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബയൺ മ്യൂണിക്കിന് സാധിച്ചില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഫൈനലി ഹാരി കെയ്ൻ ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം ടോട്ടലി ഒരു ഡിഫെൻസീവ്ലി ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഗെയിം പ്ലേ ആണ് ബയൺ മ്യൂണിക് പുറത്തേക്ക് എടുത്തത്. കാരണം എന്തായാലും അവർ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നിർഭാഗ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫിനിഷിങ്ങിലെ ആ ഒരു പോരായ്മയാണ് ഈ മോൺഷ എന്ന ഒരു ടീം തോൽവി വഴങ്ങാനുള്ള റീസൺ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഒരു വിജയത്തോടു കൂടി 39 പോയിൻറ്റുമായിട്ട് ബയൺ മ്യൂണിക് ഒന്നാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സീസൺ ബയൺ മ്യൂണിക് ടൈറ്റിൽ ചാമ്പ്യൻ ആകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഹാരി കെയ്ൻ എന്നുള്ള ഒരു താരത്തിന് ഒരുപാട് വർഷങ്ങളായിട്ട് ട്രോള് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹാരി കെയ്ൻ പോകുന്ന ഒരു ടീമും കപ്പടിക്കില്ല എന്നുള്ളൊരു ദുഷ്പേര് ഹാരി കെയ്ൻ ഓൾറെഡി ഉണ്ട്. ബയൺ മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം റീസെൻ്റ്ലി ഒരുപാട് വർഷങ്ങളിൽ നിരന്തരം ചാമ്പ്യന്മാരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബയൺ മ്യൂണിക് ഹാരി കെയ്ൻ വന്നതിന് ശേഷം ലെവർകൂസനാണ് ആ ഒരു സീസൺ ടൈറ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ സീസൺ ബയൺ മ്യൂണിക് ചാമ്പ്യൻ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.